ലോകത്തിലെ ഏറ്റവും വലിയ ഗോൾഡ് പ്ലേറ്റഡ് ക്രസന്റ് ഉള്ള ക്ലോക്ക് ടവറാണ് മക്ക റോയൽ ക്ലോക്ക് ടവർ. ഈ ക്ലോക്ക് ടവർ നിർമ്മിക്കുന്ന സമയത്ത് സൗദി രാജാവിന് ഒരു സ്പെഷ്യൽ റിക്വസ്റ്റ് ഉണ്ടായിരുന്നു. അതായത് ഈ ക്ലോക്ക് ടവറിന് മുകളിലായി ഒരു ഗ്ലാസ് സ്ട്രക്ചർ വേണമെന്നും അത് ദൂരെ നിന്ന് നോക്കുമ്പോൾ ഒരു വലിയ ഡയമണ്ട് പോലെ തോന്നണമെന്നും ആ ഡയമണ്ട് സ്ട്രക്ചറിന് മുകളിലായി 24 ക്യാരറ്റ് ഗോൾഡ് കവറിംഗ് ഉള്ള ഒരു ചന്ദ്രക്കല വേണമെന്നതുമായിരുന്നു ആ ആവശ്യം. ഇത്രയും ഭാരം പിടിച്ച ജോലി ചെയ്യാൻ അന്ന് ലോകത്ത് ഒരു കമ്പനി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതായിരുന്നു ഫേമസ് ജർമ്മൻ കമ്പനി ആയിട്ടുള്ള റിവ GmbH. പക്ഷേ ഈ കമ്പനിയുടെ എഞ്ചിനീയേഴ്സും ഇതിന്റെ ഓണറുമെല്ലാം മുസ്ലിം മതവിശ്വാസക്കാരല്ലായിരുന്നു. അതിവിടെ പറയാൻ കാരണം മക്കയിലേക്ക് പ്രവേശനം മുസ്ലിങ്ങൾക്ക് മാത്രമാണെന്ന് നമുക്കറിയാം. അതുപോലെ സൗദിയിലെ നിയമങ്ങളും കർശനമാണെന്ന് നമുക്കറിയാം. അപ്പോൾ എങ്ങനെയായിരിക്കും ഈ ഒരു പ്രശ്നത്തെ സൗദി അറേബ്യ മറികടന്നിട്ടുണ്ടാവുക എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അത് വഴിയെ പറയാം. മക്ക റോയൽ ക്ലോക്ക് ടവറിന്റെ ഏറ്റവും മുകളിലെ ക്രസന്റ് അഥവാ ചന്ദ്രക്കല ഭാഗത്തിന് 2 പാസഞ്ചർ ബസ്സുകളുടെ ഭാരം ഉണ്ട് എന്നുള്ളതാണ് സത്യം. കൂടാതെ 600 മീറ്ററോളം ഉയരത്തിലാണ് ഇത് പ്ലേസ് ചെയ്തിരിക്കുന്നത്. അതുപോലെയുള്ള ഈ ടവറിലെ മറ്റൊരു എഞ്ചിനീയറിംഗ് അത്ഭുതമാണ് കിലോമീറ്ററുകൾ അകലെ നിന്ന് വരെ കാണാൻ കഴിയുന്ന ഈ വലിയ ക്ലോക്ക്. ഈ ക്ലോക്കിന്റെ ഓരോ സൈഡും 43 മീറ്റർ വൈഡിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതായത് ക്ലോക്കിന്റെ ഒരു സൈഡിന് മാത്രം 16,000 സ്ക്വയർ ഫീറ്റ് ഉണ്ട്. അതായത് 500 സ്ക്വയർ ഫീറ്റ് ഉള്ള 35 വീടുകൾക്കുള്ള സ്ഥലമാണിത്. അപ്പോൾ തന്നെ ഇതിന്റെ വലുപ്പം നമുക്ക് ഊഹിക്കാമല്ലോ. കൂടാതെ ഈ ക്ലോക്ക് ടവർ നിർമ്മിക്കാനായി $16 ബില്യൺ അഥവാ ഇന്നത്തെ ഇന്ത്യൻ രൂപയുടെ മൂല്യമനുസരിച്ച് 1,37,000 കോടി ഇന്ത്യൻ രൂപയാണ് ചിലവഴിച്ചിട്ടുള്ളത്. ഇതുകൊണ്ടാണ് ലോകത്തിലെ മോസ്റ്റ് എക്സ്പെൻസീവ് സ്കൈക്രാപ്പറിൽ ഒന്നായി മക്ക റോയൽ ക്ലോക്ക് ടവർ മാറിയത്. കൂടാതെ ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ 4ാമത്തെ ബിൽഡിങ്ങും ഇതാണ്. ലോകത്തിലെ ഏറ്റവും വലിയ മുസ്ലിം പള്ളിയായിട്ടുള്ള മസ്ജിദുൽ ഹറമിൽ നിന്നും വെറും 300 മീറ്റർ അകലെയായിട്ടുള്ള ഒരു വലിയൊരു കോംപ്ലക്സിന്റെ ഭാഗമായാണ് ഈ ക്ലോക്ക് ടവർ നിർമ്മിച്ചിട്ടുള്ളത്. പക്ഷേ 2002 മുൻപ് ഇവിടെ അജിയത് ഫോർട്രസ് എന്നൊരു കോട്ടയുണ്ടായിരുന്നു. ഈ കോട്ട 1780 ഒട്ടോമൻ സാമ്രാജ്യം കഅബ സംരക്ഷിക്കാനായി നിർമ്മിച്ചതായിരുന്നു. ലക്ഷക്കണക്കിന് ആളുകൾ ഹജ്ജിനായി ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും എത്തുന്ന പരിശുദ്ധമാക്കപ്പെട്ട പുണ്യഭൂമിയാണ് മക്ക. ഹജ്ജിന്റെ സീസൺ അല്ലാത്ത സമയത്തും മസ്ജിദുൽ ഹറം ആളുകളെ കൊണ്ട് നിറഞ്ഞതായിരിക്കും. അതിനാൽ തന്നെ സൗദി അറേബ്യയുടെ വരുമാന സ്രോതസ്സിൽ 2ാമത് നിൽക്കുന്നത് റിലീജിയസ് ടൂറിസമാണ്. ഓരോ വർഷവും $12 ബില്യൺ ഇതിൽ നിന്നും സൗദി അറേബ്യക്ക് ലഭിക്കുന്നത്. കൂടാതെ മക്കയാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഹോട്ടൽ റൂമുകളുള്ള സിറ്റി. 2,50,000-ലധികം റൂമുകളാണ് ഇവിടെയുള്ളത്. 2ാം സ്ഥാനത്ത് നിൽക്കുന്നത് 1,54,000-ലധികം റൂമുകളുമായി ദുബായിയാണ്. 3ാം സ്ഥാനം ലാസ് വേഗസുമാണ്. ഇതൊക്കെ